ഒരു സ്ഥാപനത്തിന്റെ പേരിൽ ഒപ്പിടാൻ അധികാരപ്പെടുത്തിയ വ്യക്തിയാൽ രേഖപ്പെടുത്തുന്ന പുറംകുറിപ്പാണിത്. കൈവശക്കാരൻ ഹോൾഡർ NI ആക്ട് 1881 വകുപ്പ് 8 പ്രകാരം കൈവശക്കാരൻ എന്നാൽ ഒരു വാഗ്ദത്ത പ്രമാണത്തിന്റെയോ പ്രോമിസറി നോട്ട്, വിനിമയ ബില്ലിന്റെയോ ചെക്കിന്റെയോ കൈവശക്കാരനെന്ന് പറഞ്ഞാൽ അതിന്റെ ഉടമസ്ഥതയ്ക്ക് അവകാശമുള്ളവരും അതിന്റെ തുക ബന്ധപ്പെട്ടവരിൽ നിന്നും ഈടാക്കാൻ അധികാരമുള്ള വ്യക്തി എന്നർത്ഥം. എക്സാമ്പിൾ: ഗിഫ്റ്റ് ചെക്ക്, ഡൊണേഷൻ. ഉദാഹരണത്തിന്, മോഷണം മുതൽ കൈവശമുള്ള ഒരാൾ പ്രമാണത്തിന്റെ കൈവശക്കാരനാണെങ്കിൽ പ്രമാണം അയാളുടെ കൈവശമായിരിക്കണം. തന്റെ പേര് പ്രമാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കണം. പേരില്ലെങ്കിൽ ഇടപാട് നടത്താൻ സാധ്യമല്ല. കൈവശക്കാരന് അതിന്റെ അവകാശം നിയമപരമായി സ്ഥാപിച്ചെടുക്കാൻ സാധിക്കണം. കള്ള ഒപ്പിട്ടതോ കളഞ്ഞുകിട്ടുന്നതോ ആയ പ്രമാണത്തിന് അവകാശിയായ ആളല്ല കൈവശക്കാരനായി അംഗീകരിക്കുന്നത്. യഥാവിധി കൈവശക്കാരൻ ബൈ കാലക്രമേണയുള്ള കൈവശക്കാരൻ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. NI ആക്ട് 9-AM വകുപ്പ് അനുസരിച്ച് പ്രമാണത്തിന്റെ അവകാശം തനിക്ക് നൽകിയ വ്യക്തിയുടെ ഉടമസ്ഥതയ്ക്ക് ന്യൂനതകളുണ്ടെന്ന് വിശ്വസിക്കാൻ മതിയായ കാരണങ്ങളില്ലാതെ പ്രമാണത്തിൽ രേഖപ്പെടുത്തിയ തുകയുടെ അടവ് കാലാവധിക്ക് മുമ്പായി പ്രതിഫലം നൽകി കൈവശക്കാരനായി മാറിയ ഏതൊരു വ്യക്തിയെയും യഥാവിധി കൈവശക്കാരനെന്ന് പറയുന്നു. യഥാവിധി കൈവശക്കാരനെന്ന പദവി അർഹനാവാൻ ഒരു വ്യക്തി താഴെ പറയുന്ന വ്യവസ്ഥകൾ പാലിച്ചിരിക്കണം. പേയി, എൻഡോർസി, ഹോൾഡർ എന്നീ നിലകളിൽ പ്രമാണത്തിന്റെ അവകാശം ലഭിച്ചിരിക്കണം. പ്രമാണത്തിന്റെ അവകാശം പ്രതിഫലം നൽകി ലഭിച്ചതായിരിക്കണം. പ്രമാണം അതിന്റെ കാലാവധി തീരുന്നതിനു മുമ്പായി ലഭിച്ചിരിക്കണം. പ്രമാണം ഉത്തമവിശ്വാസത്തോടും കൈമാറുന്നവന്റെ ഉടമസ്ഥതയ്ക്ക് ന്യൂനതകൾ ഉണ്ടായിരിക്കാമെന്ന് വിശ്വസിക്കാൻ മതിയായ കാരണങ്ങളില്ലാതെയും സ്വീകരിക്കാം. ന്യൂനതയില്ല എന്ന് വിശ്വസിച്ച് സ്വീകരിക്കണം. യഥാവിധി പണമടവ് കാലക്രമേണയുള്ള പണം നൽകൽ, പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ്. ഒരു പ്രമാണത്തിന്റെ കൈവശക്കാരൻ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തുകയുടെ അടവ് സ്വീകരിക്കാൻ അർഹാനല്ലെന്ന് ന്യായമായി വിശ്വസിക്കാൻ സാധ്യമല്ലാത്ത സന്ദർഭങ്ങളിൽ ഒരു പ്രമാണത്തിൽ നിന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന പൊതുവായ അർത്ഥമനുസരിച്ച് ഉത്തമവിശ്വാസത്തോടുകൂടിയും ഉപേക്ഷ കൂടാതെയും പണം നൽകുന്നതിനെയാണ് കാലക്രമേണയുള്ള പണം നൽകൽ എന്ന് പറയുന്നത്. പ്രമാണത്തിൽ പ്രതിപാദിച്ച പ്രകാരം അശ്രദ്ധ കൂടാതെയും ഉത്തമവിശ്വാസത്തോടുകൂടിയും യഥാർത്ഥ ഉടമയ്ക്ക് ചെക്കിന്റെ പണം നൽകുന്നതിനെ യഥാവിധി പണമടവ് എന്ന് പറയുന്നു. യഥാവിധി പണമടവിന്റെ നിബന്ധനകൾ: പ്രമാണത്തിന്റെ കുറിപ്പുകളുടെ യഥാർത്ഥ ഉദ്ദേശം പരിഗണിച്ചുകൊണ്ട് പണമടവ് നടത്തണം. പണമടവ് ഉത്തമവിശ്വാസത്തോടുകൂടിയും അശ്രദ്ധ കൂടാതെയും ചെയ്യണം. പണം ലഭിക്കാൻ അർഹതയുള്ള വ്യക്തിക്ക് മാത്രം പണം നൽകുക. ചെക്കിന്റെ അടവ്, പേയ്മെന്റ് ഓഫ് ചെക്ക്. ഒരു വ്യക്തിയുടെ പേരിൽ അക്കൗണ്ട് ആരംഭിച്ചാൽ ബാങ്കർ അയാൾ പുറപ്പെടുവിക്കുന്ന ചെക്കിന്റെ അടവ് നടത്താമെന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ഈ ഉത്തരവാദിത്വത്തിന് ചില പരിമിതികളുണ്ട്. ചെക്ക് സമർപ്പിക്കുമ്പോൾ ബാങ്കർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ചെക്ക് പുറപ്പെടുവിച്ച ആളുടെ അക്കൗണ്ടിൽ പണമില്ലാതിരിക്കെ അശ്രദ്ധയോടെ പണം നൽകിയാൽ ബാങ്കർക്ക് നഷ്ടം സംഭവിക്കും. അക്കൗണ്ടിൽ ആവശ്യത്തിന് പണമുണ്ടായിട്ടും ചെക്ക് നിരസിച്ചാൽ ബാങ്കർ ഇടപാടുകാരന് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥനായിത്തീരും. ചെക്കിന്റെ അടവിനു മുമ്പായി ബാങ്കർ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ചെക്കിന്റെ നിർദ്ദിഷ്ട മാതൃകയിലായിരിക്കണം ചെക്കിലെ തീയതി, ചെക്ക് അവതരിപ്പിക്കേണ്ട സ്ഥലം, ചെക്ക് അവതരിപ്പിക്കേണ്ട സമയം, തുക ക്രോസ് ചെയ്തതാണോ അല്ലയോ എന്ന്, പദാർത്ഥിക വ്യതിയാനം വരുത്തിയിട്ടുണ്ടോ, ചെക്ക് പുറപ്പെടുവിച്ച ആളുടെ ഒപ്പ് കീറിപ്പറഞ്ഞതോ മുഷിഞ്ഞതോ ആണോ എന്ന്. ഇടപാടുകാരന്റെ അക്കൗണ്ടും തുകയും സംബന്ധിച്ച് ബാങ്കർ ശ്രദ്ധാലുവായിരിക്കണം. ഇടപാടുകാരന്റെ അക്കൗണ്ടിലെ ബാക്കി നിൽപ്പ്, ബാലൻസ്, നിയമപരമായ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ അക്കൗണ്ടിലുണ്ടോ എന്ന് സ്ഥിരബുദ്ധിയുള്ള ആളായിരിക്കണം. പാപ്പരായ വ്യക്തി ആകരുത്. ഗാർണിഷി ഓർഡർ പുറപ്പെടുവിച്ച അക്കൗണ്ടാണോ എന്ന്, അക്കൗണ്ട് മരവിപ്പിച്ചു കൊടുത്തതാണോ മുതലായ കാര്യങ്ങൾ ശ്രദ്ധിച്ചായിരിക്കണം ബാങ്കർ തുക നൽകേണ്ടത്. ക്രോസ് ചെയ്ത ചെക്കിന്റെ തുക നൽകൽ. NI ആക്ടിലെ വകുപ്പ് 23 മുതൽ 32 വരെ ചെക്ക് രേഖനവുമായി ക്രോസിംഗ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ക്രോസിംഗ് എന്ന് പറയുന്നത് ബാങ്കർക്ക് ഇടപാടുകാരൻ നൽകുന്ന നിർദ്ദേശമാണ്. ചെക്കിലെ തുക നേരിട്ട് നൽകാതെ ബാങ്ക് അക്കൗണ്ട് വഴി മാത്രം യഥാർത്ഥ അവകാശിക്ക് തന്നെ ലഭ്യമാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ക്രോസിംഗ് നടത്തുന്നു. താഴെ പറയുന്ന കാര്യങ്ങളാൽ ചെക്ക് രേഖനം ചെയ്യുന്നത് സുരക്ഷിതമാണ്. ചെക്ക് രേഖനം ചെയ്ത് അക്കൗണ്ട് വഴി പണം നൽകുന്നതിനാൽ യഥാർത്ഥ അവകാശിക്ക് തന്നെ പണം നൽകിയെന്ന് ബാങ്കർക്ക് ഉറപ്പാക്കാം. രേഖനം ചെയ്ത ചെക്കിലെ തുക ഒരു ബാങ്ക് വഴി മാത്രമേ നൽകാവൂ. തുക ലഭിക്കേണ്ട യഥാർത്ഥ അവകാശിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. ബാങ്കർക്ക് ഏറ്റവും സുരക്ഷിതമായത് ക്രോസ് ചെക്കിന്റെ പണം നൽകുകയാണ്. കൈമാറ്റക്ഷമതയെ ഹനിക്കുന്നില്ല. രേഖനത്തിന്റെ റദ്ദാക്കൽ ബൈ ക്രോസിംഗ്. റദ്ദാക്കൽ, ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ്. ആർക്കു വേണമെങ്കിലും ചെക്ക് ക്രോസിംഗ് നടത്താവുന്നതാണ്. എന്നാൽ ചെക്ക് എഴുതിയ ആളിന് മാത്രമേ ക്രോസിംഗ് പിൻവലിക്കാൻ അവകാശമുള്ളൂ. ക്രോസിംഗിന് താഴെയായി ക്രോസിംഗ് റദ്ദാക്കിയിരിക്കുന്നു, പണം നൽകുക. ക്രോസിംഗ് ക്യാൻസൽഡ്, പേ ക്യാഷ് എന്നെഴുതി ചെക്ക് എഴുതിയാളുടെ പൂർണ്ണമായ കൈയൊപ്പ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനെയാണ് ഓപ്പണിംഗ് ഓഫ് ക്രോസ്ഡ് ചെക്ക് എന്ന് പറയുന്നത്. ക്രോസിംഗ് റദ്ദാക്കിയാൽ ഇത്തരം ചെക്കുകളുടെ പണം ബാങ്ക് കൗണ്ടർ വഴി വാങ്ങാവുന്നതാണ്. ചെക്കുകളുടെ ശേഖരണം, കളക്ഷൻ ഓഫ് ചെക്സ്. ആധുനിക ബാങ്കറുടെ പ്രധാന ധർമ്മമാണ് ചെക്കുകളും ബില്ലുകളും ശേഖരിക്കുക എന്നത്. തന്റെ ഇടപാടുകാരന്റെ പേരിൽ മറ്റു ബാങ്കുകളുടെ മേൽ എഴുതപ്പെടുന്ന ചെക്കുകൾ ശേഖരണം നടത്തുക എന്ന ധർമ്മമാണ് ബാങ്കർ ചെയ്യുന്നത്. ചെക്കുകൾ ശേഖരണത്തിനായി കൈപ്പറ്റുമ്പോൾ ബാങ്കർ കൈവശാവകാശി എന്ന നിലയിലും ഏജന്റ് എന്ന നിലയിലും പ്രവർത്തിക്കുന്നുണ്ട്. 1.
ബാങ്കർ കൈവശാവകാശി എന്ന നിലയിൽ ബാങ്കർ ആസ് എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. കൈവശാവകാശി എന്ന നിലയിൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ബാങ്കർ പ്രവർത്തിക്കുന്നു. ഇടപാടുകാരന് ചെക്കിന്റെ തുക അത് ശേഖരിക്കപ്പെടുന്നതിനു മുമ്പ് ബാങ്കർ നൽകുമ്പോൾ, ശേഖരണത്തിനായി നിക്ഷേപിക്കപ്പെട്ട ചെക്കിലെ തുക അനുസരിച്ച് അത് ശേഖരിക്കുന്നതിനു മുമ്പ് ചെക്ക് എഴുതാൻ ബാങ്ക് അനുവദിച്ചാൽ, ശേഖരണത്തിനായി നിക്ഷേപിച്ച ചെക്കിന്റെ ഈടിൽ ഇടപാടുകാരന് ബാങ്കർ മുൻകൂർ അനുവദിക്കുമ്പോൾ, ശേഖരണത്തിനായി നൽകുന്ന ചെക്ക് മുൻകൂട്ടി അനുവദിച്ച ഓവർഡ്രാഫ്റ്റിന്റെയോ മുൻകൂറിന്റെയോ ഈടിൽ ശേഖരണ ബാങ്ക് അംഗീകരിച്ചാൽ, ചെക്കുകൾ യഥാർത്ഥത്തിൽ പിരിക്കുന്നതിനു മുമ്പ് തന്നെ ചെക്കിന്റെ മൂല്യം ഇടപാടുകാർക്ക് നൽകുകയാണെങ്കിൽ ബാങ്ക് കൈവശാവകാശി എന്ന നിലയിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇടപാടുകാരന്റെ ചെക്ക് ഇടപാടുകാരന് പകരം തങ്ങൾക്ക് വേണ്ടി തന്നെയാണ് പിരിവ് ബാങ്കർ പിരിക്കുന്നത്. 2. പിരിവ് ബാങ്കർ ഒരു ഇടപാടുകാരന്റെ ഏജന്റ് എന്ന നിലയിൽ കളക്ടിംഗ് ബാങ്കർ ആസ് എൻ ഏജന്റ് ഓഫ് ഹിസ് കസ്റ്റമർ. അടവ് ബാങ്കിൽ നിന്ന് പണം പിരിച്ചതിനു ശേഷം മാത്രം ഇടപാടുകാരന്റെ അക്കൗണ്ടിൽ പണം വരവ് വയ്ക്കുകയാണെങ്കിൽ പിരിവ് ബാങ്കർ ഒരു ഏജന്റായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇടപാടുകാരന് പണം തന്റെ അക്കൗണ്ടിൽ നിന്ന് ചെക്ക് മുഖേന പിൻവലിക്കാവുന്നതാണ്. ഇടപാടുകാരന്റെ ഏജന്റായി ചെക്കുകൾ പിരിക്കുമ്പോൾ പിരിവ് ബാങ്കർക്ക് ചെക്കിൽ പ്രത്യേക അവകാശങ്ങളൊന്നും കിട്ടുന്നില്ല. ബാങ്കറുടെ അവകാശം ഇടപാടുകാരന്റെ അവകാശത്തെ ആശ്രയിച്ചിരിക്കും. ഇടപാടുകാരന്റെ ഉടമസ്ഥാവകാശം മോശമാണെങ്കിൽ ബാങ്കർക്ക് ലഭിക്കുന്ന അവകാശവും മോശമായിരിക്കും. ഇടപാടുകാരന് ഉടമസ്ഥാവകാശം ഇല്ലാത്തതും വ്യാജ പുറംകൊഴുപ്പുള്ളതുമായ ചെക്ക് പിരിച്ചെടുത്താൽ പിരിവ് ബാങ്കർ യഥാർത്ഥ ഉടമസ്ഥന് നഷ്ടപരിഹാരം നൽകേണ്ടിവരും. അടവ് ബാങ്കർക്ക് നൽകിയിരിക്കുന്ന നിയമപരമായ സംരക്ഷണം സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ടു പേയിങ് ബാങ്കർ. ചെക്കിന്റെ പണം യഥാർത്ഥ ഉടമയ്ക്കാണ് നൽകുന്നതെന്ന് അടവ് ബാങ്കർ ഉറപ്പുവരുത്തണം. പക്ഷെ പല പ്രായോഗിക കാരണങ്ങൾ കൊണ്ടും ഓരോ തവണ ചെക്ക് ലഭിക്കുമ്പോഴും ശരിയായ അന്വേഷണം നടത്താൻ അടവ് ബാങ്കർക്ക് കഴിഞ്ഞെന്ന് വരില്ല. വ്യാജ പുറംകുറിപ്പുമായി ബന്ധപ്പെട്ട ബാങ്കറുടെ നില പരിതാപകരമാണെന്നതിനാൽ നിയമം തന്നെ അവർക്ക് ചില സംരക്ഷണങ്ങൾ നൽകിവരുന്നു. ഇതിന് നിയമപരമായ സംരക്ഷണമെന്ന് പറയുന്നു. 1. ഓർഡർ ചെക്കുകൾക്ക് നൽകുന്ന പരിരക്ഷ. ഒരു ഓർഡർ ചെക്കിന്റെ അടവ് നടത്തുന്ന ബാങ്കർക്ക് NI ആക്ട് പ്രകാരം സംരക്ഷണം ലഭിക്കണമെങ്കിൽ താഴെ പറയുന്ന വ്യവസ്ഥകൾ പാലിച്ചിരിക്കണം. A. ഒരു കൽപ്പന ചെക്കിന്റെ പണമാണ് നൽകേണ്ടത്. B. പേയിയോ അദ്ദേഹത്തിന്റെ ആജ്ഞപ്രകാരം മറ്റാരെങ്കിലുമോ പുറംകുറിപ്പ് നിർവഹിച്ചിരിക്കണം. പുറംകുറിപ്പ് നിയമവിധേയമാകണം. C. പണമടവ് യഥാവിധി നിർവഹിച്ചിരിക്കണം. പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ്. 2. കൈവശ ചെക്കുകൾക്ക് നൽകുന്ന പരിരക്ഷ. ബെയറർ ചെക്ക്. ഒരു കൈവശ ചെക്ക് എപ്പോഴും ഒരു കൈവശ ചെക്കായി തന്നെ തുടരുമെന്ന് ഈ വകുപ്പ് പ്രസ്താവിക്കുന്നു. ഈ ചെക്കിൽ തുടർന്ന് പുറംകുറിപ്പ് നടത്തിയാലും വാഹക ചെക്കായി തുടരും. ക്രോസ് ചെയ്യാത്ത ചെക്കാണെങ്കിൽ മാത്രമേ ഈ തത്വം ബാധകമാവൂ. അത്തരം ചെക്കുകൾക്ക് പണം നൽകുമ്പോൾ താഴെ പറയുന്ന വ്യവസ്ഥകളനുസരിച്ചാൽ നിയമപരമായ സംരക്ഷണം ലഭിക്കും. A. ചെക്ക് കൊണ്ടുവന്ന ആളെക്കുറിച്ച് യാതൊരു സംശയവും തോന്നിയില്ലെങ്കിൽ. B. പണമടവ് യഥാവിധി നിർവഹിച്ചിരിക്കണം. 3. വ്യതിയാനം വരുത്തിയ ചെക്കിന്റെ കാര്യത്തിലുള്ള സംരക്ഷണം. A. വ്യതിയാനം സൂക്ഷ്മ പരിശോധനയിൽ പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്തതാണെങ്കിൽ. B. പണമടവ് യഥാവിധി നിർവഹിച്ചിരിക്കണം. 4. ക്രോസ് ചെയ്ത ചെക്കിന്റെ അടവ് കാര്യത്തിലുള്ള സംരക്ഷണം. A. ചെക്കിന്റെ പണമടവ് യഥാവിധി നിർവഹിച്ചിരിക്കണം. B. ക്രോസിംഗിൽ നൽകുന്ന നിർദ്ദേശത്തിനനുസൃതമായി പണമടവ് നടത്തണം. C. ക്രോസ് ചെയ്ത ചെക്കിന്റെ പണം ഒരു ബാങ്ക് മുഖേന മാത്രമേ നൽകാവൂ. 5. കൃത്രിമമായ വ്യാജ പുറംകുറിപ്പ് വഹിക്കുന്ന ഓർഡർ ചെക്കിന്റെ കാര്യത്തിൽ ചെക്കിന്റെ പുറംകുറിപ്പിൽ കാണപ്പെടുന്ന കയ്യൊപ്പ് യഥാർത്ഥമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന മാതൃക കയ്യൊപ്പുകൾ അടവ് ബാങ്കറുടെ കൈവശമില്ല. ചെക്കിന്റെ പണം നൽകൽ നിർവഹിച്ചാൽ താഴെ പറയുന്ന വ്യവസ്ഥകൾ പാലിച്ചാൽ ചട്ടാനുസരണം സംരക്ഷണം ലഭിക്കും. A. എൻഡോർസറുടെ പുറംകുറിപ്പ് മുറപ്രകാരമുള്ളതും ശരിയുമാണെങ്കിൽ. B. പണമടവ് യഥാസമയം നിർവഹിച്ചതാണെങ്കിൽ. ശേഖരണ ബാങ്കറുടെ കാര്യത്തിലുള്ള ചട്ടാനുസരണ സംരക്ഷണം. NI ആക്ട് 1881 പ്രകാരം തന്റെ ഇടപാടുകാരനു വേണ്ടി ക്രോസ് ചെയ്ത ഒരു ചെക്ക് ശേഖരിക്കുന്ന